സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ ബി.ജെ.പി. കോർ കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് സമിതിയും ഇന്ന് സംയുക്ത യോഗം ചേരും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം കൊടുക്കാൻ രൂപീകരിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ടും ചർച്ച ചെയ്യും. വൈകിട്ട് കോട്ടയത്താണ് യോഗം. ആദ്യം തയ്യാറാക്കിയ സാധ്യതാ പട്ടികയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. കഴിഞ്ഞ കോർ കമ്മിറ്റിയിൽ നിന്ന് മുരളീധരപക്ഷം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഒ. രാജഗോപാൽ എം.എൽ.എയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയെ വെച്ചത്. എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിയാണ് സമിതി പട്ടിക തയ്യാറാക്കിയത്. ഈ പട്ടിക കോർ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് ദേശീയ നേതൃത്വത്തിന് കൈമാറുക. കുമ്മനം രാജശേഖരൻ മത്സരിക്കുമെന്നുറപ്പായതോടെ തിരുവനന്തപുരം ഒഴികെയുള്ള മണ്ഡലങ്ങളിലാകും ഇനി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം മത്സരിക്കുന്നതിനെ ദേശീയ നേതൃത്വം എതിർത്തിട്ടുണ്ട്. അക്കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന തൃശൂർ സീറ്റിലും ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ കണ്ടുവയ്ക്കാനാണ് തീരുമാനം. തുഷാർ മത്സരിച്ചില്ലെങ്കിൽ തൃശൂരിലേക്കാണ് കെ. സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. പട്ടികയിൽ ചില പൊതുസമ്മതരെ കൂടി പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഇന്നത്തെ യോഗം രൂപം നൽകും. 4 മേഖലകളിലായി നടന്ന പരിവർത്തന യാത്രയെക്കുറിച്ചുള്ള അവലോകനവും യോഗത്തിലുണ്ടാകും. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി സത്യകുമാർ യോഗത്തിൽ പങ്കെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.